നല്ല പടമാണ്, ഒത്തിരി പടമാണ്, എൻഗേജിങ് ആണ്, ടോട്ടലി എൻഗേജിങ് ആണ്, എല്ലാവരും കാണേണ്ട പടമാണ്. എക്സ്പെരിമെൻ്റ് ആണ്. എക്സ്പെരിമെൻ്റിൻ്റെ അകത്ത് നമുക്ക് സിനിമയുടെ സ്പീഡിനൊപ്പം തന്നെ, അതായത് അതേ സ്പീഡിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മളൊരിക്കലും മുന്നോട്ടും കയറി പോകത്തില്ല, സിനിമ മുന്നോട്ട് ഓടിപ്പോകത്തില്ല. അത്ര ഉഗ്രം മൂവിയാണ്, കാണണം, എല്ലാവരും കാണണം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മണിരത്നം മൂവി. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ആക്ടിംഗ് വൈസ് ഒക്കെ എല്ലാവരും ഒന്നും പറയാനില്ല, സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നില്ല, ജീവിക്കുന്നേ ഉള്ളൂ എല്ലാവരും. മലയാള സിനിമയ്ക്ക് ബെഞ്ച് മാർക്ക് തന്നെയാണ്, ഒരു തർക്കമില്ല അക്കാര്യത്തിൽ. ഇതൊരു പുതിയ ട്രെൻഡ് ആവട്ടെ. ഗംഭീര പടമായിരുന്നു. എനിക്ക് കിഷ്കിന്ധാടനത്തിനേക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. ഉണ്ട്, ആ ത്രില്ല് അവസാനം വരെ അവർ നല്ലോണം ഹോൾഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കൊണ്ടും ഭയങ്കര രസമുണ്ട്. സന്ദീപ് പെർഫോമൻസ് വൈസ് എല്ലാവരും ഭയങ്കര രസമായിരുന്നു. നരേൻ ചേട്ടനും വിനീതേട്ടനും ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കാണണം, ഭയങ്കര രസമുള്ള പടമായിരുന്നു. അതെനിക്കറിയത്തില്ല, എനിക്ക് കിഷ്കിന്ധാടനത്തിനേക്കാളും ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഗ്രിപ്പിംഗ് ത്രില്ലേഴ്സിലൊന്നാണ്. കിഷ്കിന്ധാടനത്തെക്കാളും ഐ മീൻ ഞാൻ പറയുക അത്രയും ഗ്രിപ്പിംഗ് ത്രില്ലറാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം, മസ്റ്റ് വാച്ച് തിയേറ്റർ. യെസ്, അല്ല ഞാൻ പറയുക എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മറ്റ് സിനിമകൾ പറയുന്ന പോലെ അല്ലാതെ ത്രില്ലറിൻ്റെ എന്ത് പറഞ്ഞാലും അത് സ്പോയിലർ ആവും. അതുകൊണ്ട് അത് പറയുന്നില്ല. നിങ്ങൾ പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. എല്ലാവരുടെയും പെർഫോമൻസ് ഭയങ്കര ടു ഗുഡ്. താങ്ക് യു. ടു ഗുഡ് മാൻ. വ്യത്യസ്ത തരത്തിലുള്ള കിഷ്കിന്ധാടനം പോലെ തന്നെ അതെ തന്നെ, ഒരു വേറൊരു രീതിയിലുള്ള പടമാണ്. അത് രസമാണ്. ബാഹുവിൻ്റെ നല്ല റൈറ്റിംഗ്, കിഷ്കിന്ധാടനം പോലെ തന്നെ ഒരു കൾട്ട് പരിപാടിയാവും. ബ്രില്യൻ മൂവിയാണ്. ഭയങ്കര ഡയറിങ് അറ്റംപ്റ്റ് എന്ന് പറയാം. ഡയറക്ടറുടെ സൈഡിൽ നിന്നാണെങ്കിലും സിനിമാറ്റോഗ്രാഫർ, റൈറ്റർ ബാഹുവിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എൻ്റെ കാസ്റ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും പിന്നെ എസ്പെഷ്യലി ആ പ്രൊഡക്ഷൻ ഹൗസ്, ആ പ്രൊഡ്യൂസർക്കും ഒരു ബിഗ് ക്ലാപ്പ് ആൾ അർഹിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തിയേറ്ററിക്കൽ മൂവീസിന് മാത്രം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനൊരു നല്ലൊരു കൺസെപ്റ്റ്, ഇങ്ങനൊരു സിനിമ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നൊന്നും ചിന്തിക്കാതെ തന്നെ അത് ചെയ്തെടുത്ത് ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എല്ലാ എഫേർട്ടും അവരെടുത്തിട്ടുള്ളത്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുണ്ട്. നല്ല മൂവിയായിരുന്നു. ത്രില്ലറാണ്. ഇറ്റ് വാസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ്. ഇറ്റ് വാസ് നൈസ്. സന്ദീപിന്റെ പ്രകടനം നല്ലതായിരുന്നു. ഇത് ശരിക്കും ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്.